കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള ഒരു വണ്ടിയാട്ടോ ഇത്. ഓക്കെ, 800 ആണ്, MPFI ടൈപ്പ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ സർവീസുകൾ കാണിച്ചു തരാം. നമുക്ക് ബാക്ക് സൈഡിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ സിലിണ്ടർ ലീക്ക് ആണ്. ഇത് റൈറ്റ് സൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയമായിട്ടുള്ള ലീക്കാണ്. കാരണം നമുക്ക് ആ ബ്രേക്ക് ഷൂലൊക്കെ ആ ഒരു ഓയിലിന്റെ മയം കാണാം. അപ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഓൾമോസ്റ്റ് എല്ലാ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂളന്റ് നമുക്ക് നോക്കാം. ഇത് കുറച്ച് സമയമായിട്ടുള്ളൂ നമ്മൾ ഇവിടുന്ന് ഹെഡ് ഗ്യാസ്കറ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത ഒരു കാറാണ്. അപ്പൊ കൂളന്റ് എല്ലാം ഓക്കെ ആണ്, നല്ല കണ്ടീഷനാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഓയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ താഴ്ഭാഗത്തായിട്ട് നമ്മൾ അവിടെ കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എല്ലാം പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് വെൽഡിങ് മാത്രമല്ല, അത് കഴിഞ്ഞ് പെയിന്റ് ചെയ്യണം, വളരെ മസ്റ്റ് ആണ്. അല്ലെങ്കിൽ ആ ചെയ്ത ഭാഗം വീണ്ടും വീണ്ടും കംപ്ലൈന്റ് ആവും. അപ്പം നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണോ. അപ്പൊ നമുക്ക് സസ്പെൻഷൻ സൈഡിൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ സ്റ്റിയറിംഗ് ബോൾ ജോയിന്റ് ഇതിന്റെ വീക്കാണ്, അതായത് ഷെയ്ക്ക് ഉണ്ട് ആ സൈഡിൽ നിന്ന്. അതുപോലെ നമുക്ക് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോവർ ആമുമാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ലോവർ ആമിന്റെ ബുഷ് കിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ കാറിന് എക്സ്പെൻസ് വളരെ കുറവാണ്. അതായത് ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ഇറങ്ങുന്ന കാറുകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ് ഈ ഒരു കാറിനൊക്കെ. കാരണം നല്ല മൈലേജും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന കാറാണ്. ഈ ഒരു കാർ എന്ന് പറഞ്ഞാൽ പുതിയ കാർ പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്ന ഒരു കാറാണ് ഇതിന്റെ ഓണർ. അതായത് ഉള്ള പണികളൊന്നും പെൻഡിങ്ങിൽ വെക്കില്ല, അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു കാർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പുതിയ കാറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് EMI കാര്യങ്ങളൊന്നും നമുക്ക് മുടക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് പുതിയ വീൽ സിലിണ്ടർ ആണ്. അപ്പോൾ നമ്മൾ അത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന്റെ എയർ ഫിൽറ്റർ നമ്മൾ കഴിഞ്ഞ തവണ റീപ്ലേസ് ചെയ്തതാണ്. ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പം ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികൾക്ക് പണികൾ കുറവായിരിക്കും. അല്ലാതെ നമ്മൾ വല്ലപ്പോഴും ചെയ്യുകയൊക്കെ ആണെങ്കിൽ എല്ലാ പണികളും കൂടെ നമുക്ക് ഒരുമിച്ചായിരിക്കും വരിക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ അവിടുത്തെ വീൽ സിലിണ്ടർ റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് എല്ലാം പുതിയതാക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ സ്റ്റിയറിംഗ് ബോൾ ജോയിന്റ് ഓൾറെഡി ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് ബാലൻസ് റോഡിന്റെ ബുഷ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് അലൈൻമെന്റും കൂടി ചെയ്യണം ഈ ഒരു കാറിന്. അതുപോലെ നമ്മൾ എഞ്ചിൻ ഓയിൽ ഇതിന്റെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ബുഷ് കാര്യങ്ങളൊക്കെ നല്ല പഴക്കമുള്ള ബുഷുകളാട്ടോ. അപ്പം ഇതൊക്കെ മാറിയിട്ടാൽ പിന്നെ ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞ് മാറ്റിയാൽ മതി. ഓക്കെ, ഓട്ടം കുറവാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് മാറിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ അതെല്ലാം തന്നെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ലോവർ ആം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലോവർ ആമിന്റെ ജോയിന്റ് കംപ്ലൈന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ വീല് പിടിച്ച് ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഷെയ്ക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പുതിയ ലോവർ ആം നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഓട്ടം വളരെ കുറവുള്ള വാഹനങ്ങളാണെങ്കിൽ പോലും ഒരു വർഷാവർഷം ചേഞ്ച് ചെയ്ത് പോയാൽ നല്ലതാണ്. കാരണം ഈ ഒരു ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം മാറാതെ ഓടിക്കുമ്പോൾ നമ്മുടെ എഞ്ചിന് തന്നെ പണി വരും കേട്ടോ. അപ്പം നമ്മൾ ഇതിലൊക്കെ നമ്മൾ പൈസയുടെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ വണ്ടിക്ക് തന്നെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി നമുക്ക് അലൈൻമെന്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഷെയ്ക്ക് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ ഇപ്പോൾ സ്റ്റഡി ആട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നേരെ നമ്മൾ അലൈൻമെന്റ് ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ സൗണ്ടോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അലൈൻമെന്റ് കയറ്റാവുന്നതാണ്. അപ്പൊ അലൈൻമെന്റ് നമ്മൾ ഓൾറെഡി കയറ്റിയിരിക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ ടയറുകളുടെ ഒക്കെ കണ്ടീഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇത് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ ഒരു വണ്ടി പോലെ തന്നെയാണ് കേട്ടോ ഈ വണ്ടി ഓടിക്കാൻ. കാരണം അലൈൻമെന്റിന്റെ ടെക്നീഷ്യൻ ഓടിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം ഈ വണ്ടി കൊടുക്കാനുള്ളതാണോ എന്നാണ്. കാരണം അത്രയും സ്മൂത്താണ് ഈ വണ്ടി ഓടിക്കാൻ കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നമ്മുടെ ഗ്യാരേജിൽ നിന്ന് പോയ ശേഷം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ മാറിയ പാർട്സുകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അടിഭാഗത്ത് നിന്ന് കാണിച്ചു തരാം. ഇതിന്റെ ലോവർ ആം ബുഷ് കാര്യങ്ങൾ, അതുപോലെ നമ്മൾ വെൽഡിങ് ചെയ്ത സ്പോട്ടൊക്കെയാണ് അത് കേട്ടോ. ഇതിന്റെ ക്രോസ് മെമ്പർ മാറാം, നമുക്ക് ജസ്റ്റ് ഒരു 1-2 വർഷം കൂടെ ഒക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് മാറിയാൽ മതി. സൈഡിൽ മാത്രം ചെറിയൊരു റെസ്റ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. വലിയ സീരിയസ് ആയിട്ടുള്ള കേസൊന്നുമല്ല. അപ്പൊ നമ്മൾ അലൈൻമെന്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഈ വണ്ടിക്ക് എവിടെയും ഇടിയൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന്റെ ടയറൊക്കെ നിങ്ങൾ നോക്കിയേ, കണ്ടീഷൻ ടയറാണ്, അതായത് പുതിയ ടയർ. ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ വേറൊരു ഫീൽ ആട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.